ഒരു ഈച്ച വന്നാൽ അടിക്കാൻ പറ്റാത്ത കുറെ മനുഷ്യർ നമുക്ക് ചുറ്റും കിടപ്പുണ്ട്. അവർക്കൊക്കെ അങ്ങനെ ഒരവസ്ഥയും എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയും തന്നത് എന്തുകൊണ്ടെന്നറിയോ? നമ്മൾ വിചാരിക്കാം നമുക്ക് അനുഗ്രഹമല്ലേ പടച്ചവനെ. ഇറ്റ്സ് നോട്ട് സക്സസ്. ഇത് പരീക്ഷണമാണ്. എന്റെ ചുറ്റുമുള്ള മനുഷ്യരെയൊക്കെ കിടത്തിയിട്ട് എന്നെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇന്ന് ഞാൻ എണീറ്റ് നിൽക്കുന്നത് ആ കിടന്നവർക്ക് വേണ്ടി എന്തോ ചെയ്യാനാണോ? നമുക്ക് ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ലൈഫിലേക്ക് നമുക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റില്ല. പക്ഷെ മുന്നിൽ കാണുന്ന കുറെ മനുഷ്യരുണ്ടാവും. അവരൊക്കെ നാളെ ഒരു കോടതിയിൽ നമുക്കെതിരെ സാക്ഷി പറയും. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ജീവനോടെ കുഴിച്ചിട്ട കുറെ പെൺകുട്ടികള് പടച്ചവനോട് പോയി ചോദിക്കും, പടച്ചവനെ നമുക്ക് അറിഞ്ഞൂടാ, ഇവരെന്നെ കൊന്നു കളഞ്ഞു, എന്നെ എന്തിനാണ് കൊന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്ന് നാളെ പറയുന്ന കുറെ മക്കളുണ്ടാവും. അതേപോലെ രോഗിയായി ചികിത്സിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന കുറെ മനുഷ്യരുണ്ട്. അവരും നാളെ പടച്ചവനോട് എണീറ്റ് എന്ന് പറയും, പടച്ചവനെ എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് പ്രാർത്ഥിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, ജോലി ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്നെ ആരും സഹായിച്ചില്ല പടച്ചവനെ എന്ന് പറയുമ്പോ ചിലപ്പോൾ നമ്മളോടൊക്കെ ചോദിക്കും, നിങ്ങൾ എന്ത് ചെയ്തു?